നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് പ്രണാമമർപ്പിച്ച് പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിലെ വിവിധ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം നടത്തി. അമ്പലപ്പുഴ MLA സലാം അനുശോചന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കള്ളക്കേസ് ചുമത്തി ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ നന്ദനയെയും വിട്ടയക്കുക, കന്യാസ്ത്രീകളെയും പുരോഹിതരെയും അന്യായമായി ആക്രമിക്കുന്നത് തടയുക, രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. 17 മാസത്തെ പെൻഷനും മറ്റാനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ UTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിളക്കിത്തല നായർ സമാജം അമ്പലപ്പുഴ താലൂക്ക് വാർഷിക സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് D. രാജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് പ്രണാമമർപ്പിച്ച് പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിലെ വിവിധ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് പ്രണാമമർപ്പിച്ച് പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിലെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. അമ്പലപ്പുഴ MLA H. സലാം യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി നടത്തിയാണ് അതിന്റെ ഭൂമി കൈമാറ്റ ചടങ്ങ്. വ്യവസായ വകുപ്പിന്റെ കൈവശമുണ്ടായ ഭൂമിയാണ് ഈ സ്ഥാപനത്തിൽ. അത് 100 വർഷം പാട്ടത്തിന് കൈമാറി കൊടുത്തുകൊണ്ടാണ് ഇതിനുള്ള സ്ഥാപനം കേപ്പിന്റെ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് ആദ്യത്തെ ആ ചടങ്ങിൽ ഭൂമി കൈമാറ്റ ചടങ്ങിൽ അതിന്റെ ഒരു സംഘാടക സമിതിയുടെ ഭാഗമായി അപ്പൊ അതൊരു ക്യാബിനറ്റ് ഡിസിഷനാണ് വേണ്ടത്. മന്ത്രിസഭയാകെ തീരുമാനിച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കൈമാറ്റവും അതിന്റെ തുടർച്ചയിൽ ഇതുപോലെയൊരു സ്ഥാപനമൊക്കെ ബിൽഡ് ചെയ്യാൻ സ്വാഭാവികമായിട്ട് കഴിയും. HJ കോളേജും അതുപോലെ സാഗര ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള സൗകര്യമാണ്. അപ്പോൾ ഈ പുന്നപ്രയിലെ നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ അഭിമാനമായി ഉയർന്നിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അത് നമുക്ക് സംഭാവന ചെയ്തത് ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മുടെ ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാധാന്യം നിശ്ചയമായിട്ട് ഇത് നിൽക്കുന്ന സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് സെക്രട്ടറി സ്മിത M. ജാസ്മിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേപ്പ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സജി K. വെട്ടത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേപ്പ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KG ജയമോഹൻ, കേരള നഴ്സസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി നിഷ സൂസൻ ഡാനിയൽ, കേപ്പ് എംപ്ലോയീസ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് രണ തേജസ്, സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം U. മുരളീകൃഷ്ണൻ, SFI യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, കോൺട്രാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി KU മധു എന്നിവർ സംസാരിച്ചു. എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന ട്രഷറർ A. അരുൺലാൽ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. കള്ളക്കേസ് ചുമത്തി ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ നന്ദനയെയും വിട്ടയക്കുക, കന്യാസ്ത്രീകളെയും പുരോഹിതരെയും അന്യായമായി ആക്രമിക്കുന്നത് തടയുക, രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കള്ളക്കേസ് ചുമത്തി ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ നന്ദനയെയും വിട്ടയക്കുക, കന്യാസ്ത്രീകളെയും പുരോഹിതരെയും അന്യായമായി ആക്രമിക്കുന്നത് തടയിടുക, അന്യായത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുക, കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ രൂപതയുടെ കീഴിലെ കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി.
ആലപ്പുഴ ലത്തീൻ ചർച്ച് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ആൾക്കാരുടെ ഈ കാട്ടാളത്വം ഇതിനൊക്കെ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ തീവ്രമായി വേദനിക്കുന്നു. സിസ്റ്റേഴ്സിനോട് കാണിച്ച ഈ തെറ്റ് അത് തിരുത്തണമെന്നുള്ള ആവശ്യം. അവർ സ്വതന്ത്രരായിരിക്കുക, മോചിതരാകുക എന്നത് അവരുടെ അവകാശമാണ്. ഒരു നിയമവും രാജ്യത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ മതസ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നതും അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നൽകുന്നതും പ്രായപൂർത്തി നൽകുന്നതുമായ ആ സ്വാതന്ത്ര്യം അതിലേക്കുള്ള കടന്നുകയറ്റം ഒന്നിനു പറയുന്നതായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. കോൺവെന്റ് സ്ക്വയർ വഴിച്ചേരി മാർക്കറ്റ് ജംഗ്ഷൻ വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് ബിയാട്രിസ് ഫെറിയ ഉദ്ഘാടനം ചെയ്തു. മിഷണറി പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടമാടിയതിനു ശേഷമാണ് ജനം ചിന്തിക്കാൻ തുടങ്ങിയത്. അറിവ് അവരുടെ മനസ്സിലേക്ക് വന്നു, വെളിച്ചം പകർന്നു. ആ വെളിച്ചത്തിലൂടെയാണ് ഇപ്പോൾ ന്യൂനപക്ഷമെന്നും താഴ്ന്ന ജാതിയെന്നും ഹീനജാതിയെന്നും പറയുന്ന പല വർഗങ്ങളും ഇന്ന് ഇപ്രകാരം ഭരണഘടനയുടെ ശില്പിയിലേക്കും രാഷ്ട്രശില്പിയിലേക്കും മാറാൻ സാധിച്ചത് അവർക്ക് ഈ മിഷണറി പ്രവർത്തനങ്ങളോടെ ലഭിച്ച വെളിച്ചമാണ്. KLCWA പ്രസിഡന്റ് സോഫി രാജു ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KRLCBC റിലീജിയസ് കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഫാദർ മേരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. KLCWA ജനറൽ സെക്രട്ടറി അനിത നിക്സൺ സ്വാഗതം പറഞ്ഞു. ഫാദർ സൈമൺ കുരിശിങ്കൽ, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, ജോൺ ബ്രിട്ടോ, സൈറസ്, സിസ്റ്റർ റോസ് എന്നിവർ സംസാരിച്ചു. KLCWA രൂപതാ ഡയറക്ടർ സിസ്റ്റർ അംബി ലിയോൺ മാർച്ചിന് നേതൃത്വം നൽകി. ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കുക, കരാർ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ വിവേചനമില്ലാതെ ലഭ്യമാക്കാൻ ലേബർ ഡിപ്പാർട്ട്മെന്റ് കർശന നടപടിയെടുക്കുക, ESI പരിധി കഴിഞ്ഞവർക്ക് തത്തുല്യമായ പരിരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മാർച്ചും ധർണയും നടത്തി. ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അതോടൊപ്പം തന്നെ കാലോചിതമായി തന്നെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് എല്ലാ മേഖലയിലും രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അതിശക്തമായി ഭരിക്കുന്ന പാർട്ടികളുടെ കൊടിയുടെ നിറം നോക്കാതെ തന്നെ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട്. രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ജീവിത പ്രയാസം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ, ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും മിനിമം വേതനം കൃത്യമായി നടപ്പാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. BMS നേതാവ് N. ദേവദാസ് ധർണയിൽ അധ്യക്ഷനായി. കൺവീനർ KP പ്രതാപൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജോയിന്റ് കൺവീനർ നിഷ സൂസൻ ഡാനിയൽ, KNU പ്രതിനിധി MG ഷിനി, BMS പ്രതിനിധി K. സദാശിവൻ പിള്ള, CITU പ്രതിനിധികളായ അഡ്വക്കേറ്റ് അമൃതകുമാർ, KJ പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. 17 മാസത്തെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ UTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 17 മാസത്തെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക, റിട്ടയർമെന്റ് ആനുകൂല്യം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ UTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ YMCA പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വഴിച്ചേരി ജംഗ്ഷന് സമീപം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ UTUC സംസ്ഥാന സെക്രട്ടറി TC വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേമനിധി ആകേണ്ട ഒന്നാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. അനിൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ബേബി സാറ്
സുഖമില്ലാതെ കിടന്നതിന് ശേഷം മന്ത്രിയായി വി.പി. രാമകൃഷ്ണപിള്ള ചേട്ടൻ ചുമതലയെടുത്തപ്പോൾ ഞാനാണെന്ന് പ്രൈവറ്റ് സെക്രട്ടറി. ഈ നിയമം നടപ്പാക്കുന്നതിനും ബോർഡ് രൂപീകരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കേന്ദ്ര നിയമം കൂടി ചേർന്ന് സംസ്ഥാന നിയമം കൂടി ലിങ്ക് ചെയ്തുള്ള വലിയ നിയമമാണ്. അന്ന് ശങ്കരദാസാണ് അതിന്റെ ചെയർമാനായിട്ട് ആദ്യം വരുന്നത്. UTC ജില്ലാ പ്രസിഡന്റ് അനിൽ ബി കളത്തിൽ ധർണയിൽ അധ്യക്ഷനായി. RSP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ഉണ്ണികൃഷ്ണൻ, പി രാമചന്ദ്രൻ, ആർ ചന്ദ്രൻ, പി മോഹനൻ, ആർ മോഹനൻ, CS രമേശൻ, AR ജോയ്, PK ഗണേഷ് ബാബു എന്നിവർ സംസാരിച്ചു. വിളക്കിത്തല നായർ സമാജം അമ്പലപ്പുഴ താലൂക്ക് വാർഷികം സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് D. രാജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. വിളക്കിത്തല നായർ സമാജം അമ്പലപ്പുഴ താലൂക്ക് വാർഷിക സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അധികാരത്തിന് മുമ്പാകെ നമ്മുടെ ആവശ്യങ്ങൾ ശക്തമായി ഐക്യത്തോടെ ഉയർത്തുക എന്നുള്ളത് പ്രധാനമാണ്. അധികാരവർഗത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് നേടാൻ സംഘടിതമായ ഒരു ശേഷി അവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് ആവശ്യങ്ങൾ നിശ്ചയമായിട്ടും നേടാൻ പറ്റുന്നത്. അങ്ങനെയാണ്. അതല്ലാതെ രാജ്യത്തിന്റെ ചേർത്ത് നോക്കിയാലും ലോകത്തിന്റെ ചേർത്ത് നോക്കിയാലും. താലൂക്ക് പ്രസിഡന്റ് D. രാജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VG മണിലാൽ സംഘടനാ വിശദീകരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി S. മോഹനൻ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. VM വിജി, G. അനിൽകുമാർ, മുരളീധരൻ, രാധാകൃഷ്ണൻ, AP അപ്പുക്കുട്ടൻ, ഗോപിനാഥൻ, രമ്യ, N. സോമൻ, G. മനോജ്, രാജൻ, രാമചന്ദ്രൻ, ദീപ മധു, ശാന്തമ്മ രാജീവൻ, കല അശോകൻ, വിപിൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല വായനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ അഭിനവ് കൃഷ്ണ, ഡഫ് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത R. വിനായക്, S. അഭിനവ് എന്നിവരെ MLA അനുമോദിച്ചു. EN. ശങ്കരൻകുട്ടി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് പ്രണാമമർപ്പിച്ച് പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിലെ വിവിധ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം നടത്തി. അമ്പലപ്പുഴ MLA H. സലാം അനുശോചന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കള്ളക്കേസ് ചുമത്തി ഛത്തീസ്ഗഡിൽ ജയിലിലാക്കിയ സിസ്റ്റർ പ്രീതയെയും സിസ്റ്റർ നന്ദനയെയും വിട്ടയക്കുക, കന്യാസ്ത്രീകളെയും പുരോഹിതരെയും അന്യായമായി ആക്രമിക്കുന്നത് തടയുക, രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. 17 മാസത്തെ പെൻഷനും മറ്റാനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ UTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിളക്കിത്തല നായർ സമാജം അമ്പലപ്പുഴ താലൂക്ക് വാർഷിക സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് D. രാജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.